എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ടാരോട്ട് റീഡിങ്ങിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളറിയേണ്ട ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് എന്ന് നമുക്ക് റീഡിങ്ങിലൂടെ നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടാരോട്ട് റീഡിങ്ങിൻ്റെ സ്പ്രെഡ് എങ്ങനെയാണ് വന്നിരിക്കണതെന്ന് നോക്കാം. 6 കാർഡുകളാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ കാർഡ് ദി സൺ ആണ് വന്നിട്ടുള്ളത്. സെക്കൻഡ് ഹാങ്ഡ് മാൻ ആണ്. തേർഡ് ഹെർമിറ്റാണ്. ഫോർത്ത് കാർഡ് മെജീഷ്യൻ ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഫിഫ്ത്ത് കാർഡ് വന്നിട്ടുള്ളത് ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. പിന്നെ സിക്സ്ത് കാർഡ് അത് ദ ഹെറോഫൻ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഫസ്റ്റ് കാർഡ് ദി സൺ ആണ്. അത് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് ഫസ്റ്റ് കാർഡ് പൊസിഷൻ എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നുള്ളത് പറയുന്ന ഒരു കാർഡാണ് ഫസ്റ്റ് കാർഡ്. അവിടെ ദി സൺ ആണ്. അപ്പോൾ നിങ്ങൾ ഒരു സമൃദ്ധമായ സന്തോഷവും ഒരു സമൃദ്ധമായ ഒരു ലൈഫാണ് എന്ന രീതിയിലാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വിജയത്തിൻ്റെയും പൂർത്തീകരണത്തിൻ്റെയും ഒക്കെ കാലഘട്ടത്തിലേക്ക് നിങ്ങൾ പോകുമെന്ന് നിങ്ങൾ ഉറപ്പിച്ച് നിൽക്കുക. അങ്ങനത്തെ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. ആ ഒരു സന്തോഷം, ഒരു ഉന്മേഷം അല്ലെങ്കിൽ ഒരു ആരോഗ്യം, അതിൻ്റെയൊക്കെ സമയമായിട്ടാണ് പറയുന്നത്. പിന്നെ യാത്രകൾ, അവധികൾ അതൊക്കെ ആസ്വദിക്കാൻ, കുട്ടികളെ ചുറ്റിപ്പറ്റിയുള്ള നല്ല വാർത്തകൾ കേൾക്കാൻ, അല്ലെങ്കിൽ കുട്ടിയെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ കേൾക്കാൻ എന്ന് പറഞ്ഞാൽ അത് പുതിയ ഒരു ഗർഭധാരണവും ആവാം, അല്ലെങ്കിൽ കുട്ടിയുടെ ജനനവും ആവാം. അങ്ങനെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു നല്ല വാർത്ത കേൾക്കാനുള്ള സാധ്യത. പിന്നെ ബുദ്ധിമുട്ടുകൾക്കുള്ള അവസാനം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ അതിനൊരു അവസാനം വരുന്നുണ്ട് എന്ന് അവരവർക്ക് തന്നെ തോന്നുന്ന ഒരു സന്തോഷത്തിൻ്റെ ഒരവസ്ഥയുണ്ടല്ലോ, അതാണ് തോന്നുന്നത്. പിന്നെ സുഹൃത്തുക്കളുമായി, പ്രിയപ്പെട്ടവരുമായിട്ടൊക്കെ നന്നായിട്ട് സന്തോഷത്തോടെ ഒന്ന് കഴിയാനൊക്കെയുള്ള ഒരു അവസ്ഥയായിട്ടാണ് കാർഡ് 1 കാണിക്കുന്നത്. ഇനി കാർഡ് 2 വന്നിട്ടുള്ള ഹാങ്ഡ് മാൻ ആണ്. കാർഡ് 2ൽ നമ്മളെപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് എന്താണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത് കാർഡുകൾ സൂചിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും അല്ലെങ്കിൽ ആരെയെങ്കിലും ഉപേക്ഷിക്കണം. അതിൻ്റെ ആവശ്യമുണ്ടോ അല്ലേ? ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കൊരു ഇരയായിട്ടൊക്കെ തോന്നുന്നുണ്ടാവും. പരിപാടികൾ ആസൂത്രണം ചെയ്ത പോലെയൊന്നും നടക്കണില്ല എന്ന് തോന്നുന്നുണ്ടാവും. അത് ജീവിതഘട്ടത്തിൽ നിന്ന് ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തേക്ക് പോകണേൻ്റെ ഒരു ഇതാണെന്ന് മനസ്സിലാക്കുക, അങ്ങനെ വിശ്വസിക്കുക. അല്ലാതെ അങ്ങനെ ഒരു ചെയ്യണമെന്നും വിചാരിക്കുന്ന പോലെ നടക്കുന്നില്ല എന്നൊന്നും വിചാരിച്ചിട്ട് അങ്ങനെ ഞാനത് ഉപേക്ഷിക്കണോ എന്നുള്ള രീതിയിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. അതൊരു ഫേസാണ്. അപ്പോൾ ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് മാറുകയാണ്, അല്ലെങ്കിൽ കടന്ന് കയറ്റമാണ്, അത് മറ്റൊന്നിലേക്കുള്ളൊരു കടന്നു കയറ്റമാണ് എന്നുള്ളത് വിശ്വസിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആരെയാണ് അല്ലെങ്കിൽ എന്തിനെയാണ് ഉപേക്ഷിക്കേണ്ടതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ അത് കാലക്രമേണ സ്വയം പരിഹരിക്കപ്പെടുമെന്നും ആത്യന്തികമായി അത് നിങ്ങളുടെ തന്നെ നേട്ടത്തിന് കാരണമാവുമെന്നും വിശ്വസിക്കുക. അതാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ട് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് കാലക്രമേണ മാറും, സ്വയം പരിഹരിക്കപ്പെടുന്ന ഒരു കാര്യമാണെന്നും അത് നിങ്ങളുടെ നേട്ടത്തിന് തന്നെ കാരണമാവുമെന്നും വിശ്വസിക്കുക. ഇനി തേർഡ് കാർഡ് വന്നിട്ടുള്ളത് ദ ഹെർമിറ്റാണ്. തേർഡ് കാർഡ് എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ഭയത്തിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. അവിടെ ദ ഹെർമിറ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഒറ്റയ്ക്കാവാൻ ഇഷ്ടപ്പെടണില്ല. നിങ്ങൾ ഈ തനിച്ചായിരിക്കുന്നതിന് വിഷമിക്കുകയും പിന്നെ ഏകാന്തത ഭയപ്പെടുന്ന രീതിയിൽ ആണെന്ന് തോന്നുക. അപ്പോൾ അത് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിലേക്ക്
അങ്ങനെ ഇരിക്കുന്നതാണ്. അങ്ങനെ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പേടി എന്ന് പറയുക. എനിക്ക് തനിച്ചാവണ്ട, അല്ലെങ്കിൽ ഏകാന്തത വല്ലാതെ എന്നെ വിഷമിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ളതാണ് നിങ്ങളുടെ ഫിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പം വിശ്രമിക്കാൻ സമയമെടുക്കുക, അപ്പം നിങ്ങൾക്ക് അതിനുള്ള ഉത്തരങ്ങൾ കിട്ടും. ഇപ്പോൾ തിടുക്കപ്പെട്ട് ഒരു തീരുമാനം എടുക്കരുത് എന്ന മുന്നറിയിപ്പാണ് ഈ ഒരു ഹെർമിറ്റ് കാർഡ് കൊണ്ട് 3rd പൊസിഷനിൽ ഉദ്ദേശിക്കുന്നത്. തിടുക്കപ്പെട്ട ഒരു തീരുമാനം എടുക്കാൻ പോവണ്ട, അതവിടെ നിൽക്കട്ടെ, കുറച്ച് നിങ്ങൾ റെസ്റ്റ് എടുക്കൂ. അപ്പം അത് അതിനുള്ള ഉത്തരങ്ങൾ ലഭിക്കും. ഇനി വേറെ എന്തെങ്കിലും ഇപ്പോൾ അസുഖങ്ങളുണ്ടെങ്കിലും അതിനും വിശ്രമം ആവശ്യമുണ്ടെന്നും ആ വിശ്രമത്തിലൂടെ ആരോഗ്യം വീണ്ടെടുക്കണം എന്നും തന്നെയാണ് പറയുന്നത്. ഇനി കണ്ടിന്യൂസ് ഓടിക്കൊണ്ടിരിക്കുന്നതിന് പകരം എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതിനും വിശ്രമം ആവശ്യമാണ്. ആ വിശ്രമത്തിൽ നിന്ന് നമുക്ക് തിരിച്ച് ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി അതല്ല, എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു കണ്ടീഷനാണെങ്കിൽ പോലും അതിനും നിങ്ങൾ സ്വയം ഒന്ന് ടൈം കൊടുക്കൂ, ഒരു റെസ്റ്റ് കൊടുക്കൂ, ഒരു വിശ്രമം കൊടുക്കൂ. അപ്പോൾ അത് ഉത്തരം നിങ്ങൾക്ക് തന്നെ ലഭിക്കും എന്നാണ് പറയുന്നത്. മുന്നറിയിപ്പ് എന്താണെന്ന് വെച്ചാൽ തിടുക്കപ്പെട്ട് തീരുമാനം എടുക്കണ്ട എന്ന് തന്നെയാണ് ഇതൊരു മുന്നറിയിപ്പായിട്ടാണ് പറയുന്നത്. ഇനി കാർഡ് 4 വന്നിട്ടുള്ള മജീഷ്യനാണ്. കാർഡ് 4 നമ്മൾ സാധാരണ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയുന്ന കാർഡാണ്. ഇവിടെ ഇത് മജീഷ്യനാണ് വന്നിട്ടുള്ളത്. മജീഷ്യൻ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സമാധാനത്തിൻ്റെ തന്നെ സമാധാനമായിട്ടിരിക്കാൻ പറ്റുന്നൊരു കാർഡാണ്. അപ്പം ഒരു സംരംഭം, പുതിയ സംരംഭമോ അല്ലെങ്കിൽ ഒരു ബന്ധമോ, ഇപ്പോൾ റിലേഷൻഷിപ്പ്, അതേപോലെ പുതിയ ഒരു സംരംഭങ്ങളോ ബിസിനസ്സോ അല്ലെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പോ ഒക്കെ ഇങ്ങനെ പരിഗണനയിൽ ഉണ്ടെങ്കിൽ അത് വിജയിപ്പിക്കാനുള്ള ഒരു ആത്മവിശ്വാസം, അതിനുള്ളൊരു ചാതുര്യം, കഴിവ്, അതൊക്കെ നിങ്ങൾ സ്വയം കണ്ടെത്തും എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി ജോലിയിലൊരു പ്രൊമോഷനോ ശമ്പള വർധനവോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അഭിവൃദ്ധി തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ സ്വയം പ്രവർത്തിക്കാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് നിങ്ങൾ സ്വയം പ്രവർത്തിക്കാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവും. അതായത് നിങ്ങൾ ശക്തമായും സത്യമായും വിശ്വസിക്കുക, എന്നിട്ട് അതിനായി ശ്രമിക്കണം എന്ന് തന്നെയാണ് കാർഡ് 4 പറയുന്നത്. ഇനി കാർഡ് 5 വന്നിട്ടുള്ള വീൽ ഓഫ് ഫോർച്യൂണാണ്. നിങ്ങൾക്കെതിരെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയുന്ന ഒരു കാർഡാണ് കാർഡ് 5 എന്ന് പറയുന്നത്. ഇവിടെ വന്നിട്ട് വീൽ ഓഫ് ഫോർച്യൂണാണ്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ ഭാഗ്യചക്രം അല്ലേ. അപ്പോൾ അത് തിരിയുന്ന ഒന്നാണ്. അപ്പം ഒരു ദൗർഭാഗ്യത്തിൻ്റെ ഒരു ഓട്ടം ഇങ്ങനെ പ്രകടമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പം അല്ലെങ്കിൽ കാര്യങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന ഒരവസ്ഥ ഉണ്ടായിക്കൂടായികയില്ല. അങ്ങനെയാണെങ്കിൽ തിരഞ്ഞെടുക്കേണ്ടടുത്ത് പ്രധാനപ്പെട്ട തീരുമാനങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങളിൽ തന്നെ ഭരമാണ്. അത് നിങ്ങൾ എടുക്കേണ്ട തീരുമാനമാണ്. അത് നിങ്ങളുടെ അവബോധത്തെ വിശ്വസിക്കുക, അതായത് നമ്മുടെ തന്നെ ഇൻഡ്യൂഷനെ വിശ്വസിക്കുക. എന്നിട്ട് മുന്നോട്ട് പോകുന്നതിന് എന്തെങ്കിലും ഉപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അത് വേദനാജനകമാണെങ്കിൽ പോലും നിങ്ങൾക്ക് എടുക്കേണ്ടി വന്നാലും അത് ചെയ്യാനുള്ള ധൈര്യം കാണിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി പറയുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണല്ലോ. ഓക്കെ, അത് നിരന്തരം തിരിയുന്നു എന്ന് മനസ്സിലാക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്കത് എന്തെങ്കിലും എതിരാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും കാലക്രമേണ അത് തിരിയും, നിങ്ങൾക്ക് ഭാഗ്യം നൽകും എന്ന് തന്നെ വിശ്വസിക്കുക എന്നാണ് പറയുന്നത്. ഇനി 6th കാർഡിൽ ഹെയറോഫൻ്റ് ആണ് വന്നിട്ടുള്ളത്. അത് 6th കാർഡ് സാധാരണ നമ്മൾ പറയുന്നത് സാധ്യതയുള്ള ഒരു ഫലത്തിനെ സൂചിപ്പിക്കുന്ന കാർഡാണ്. അത് ഹെയറോഫൻ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് പറയുന്നത് സഹായം കയ്യിലുണ്ട് എന്ന് പറയില്ലേ, ആ ഒരവസ്ഥയിലാണ് നിങ്ങളെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു നോളജ് കിട്ടാൻ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ ധാർമ്മികമായ ഒരു മാർഗനിർദ്ദേശം ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരാളിൽ ഒരു ബഹുമാനം അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാളിൽ വിശ്വാസം അർപ്പിക്കുക. വളരെയധികം ബഹുമാനിക്കുന്ന ഒരാളിൽ വിശ്വാസം അർപ്പിക്കുക. നിങ്ങൾ അനുസരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ
നിങ്ങളെ വളരെയധികം സ്വാധീനിക്കാൻ മറ്റുള്ളവരെ അനുവദിക്കരുത്. അതുകൊണ്ട് കാരണം നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് സത്യസന്ധത പുലർത്തേണ്ടത്. നിങ്ങൾ അനുസരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ അനുസരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കാൻ, മറ്റൊരാൾക്ക് ഭയങ്കരമായിട്ട് സ്വാധീനിക്കാനുള്ള അങ്ങനെയൊരു അവസ്ഥ ഉണ്ടാക്കരുത്. കാരണം നമുക്കും നമ്മുടേതായ ഇൻറ്റ്യൂഷൻ ഉണ്ട്. അതാണ് നേരത്തെ പറഞ്ഞത്, സ്വന്തം ഇൻറ്റ്യൂഷനെ നോക്കണം എന്നുള്ളത്. അപ്പോൾ നിങ്ങളോട് തന്നെ സത്യസന്ധത പുലർത്തിക്കൊണ്ട് നോക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇനി നിങ്ങളുടെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം നിങ്ങൾ പരമ്പരാഗത മൂല്യങ്ങളുമായിട്ട് പോകണം തന്നെയാണ് ഉപദേശിക്കാൻ, അല്ലെങ്കിൽ ഇവിടെ കാർഡിൻ്റെ രീതിയിൽ നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ പുതിയൊരു ടൈപ്പ് രീതിയിലേക്ക് പോവാതെ കുറച്ച് മൂല്യങ്ങളൊക്കെ പിടിച്ചിട്ട് തന്നെ നിൽക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പം എന്താ പറയുക, കല്യാണത്തിൻ്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ലിവിങ് ടുഗദർ എന്നുള്ള രീതിയിൽ പോകുന്നേക്കാളും, ആ ഒരു സാഹചര്യത്തിനേക്കാളും വിവാഹം എന്നുള്ള രീതിയിൽ ഒക്കെ പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കുന്നതാണ്. നിങ്ങളുടെ ആഗ്രഹം അങ്ങനെ തന്നെയാണെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അത് നിങ്ങളുടെ നിങ്ങളുടെയാണ് ആ തീരുമാനം. അതിൽ നിങ്ങളോട് സത്യസന്ധത പുലർത്തുക. വേറൊരാൾ അയാളുടെ മനസ്സിൽ എന്താണ് എന്നുള്ളതിന് കൂടുതൽ അത് ഓക്കെ, അയാളോടുള്ള സ്നേഹത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ പേരിൽ അതിലേക്ക് സമ്മതിച്ച് കൊടുക്കരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇത്രയാണ് ഇന്നത്തെ റീഡിങ്. അതിപ്പം വിവാഹത്തിൻ്റെ മാത്രമല്ല കേട്ടോ ലാസ്റ്റത്തെ പറഞ്ഞത്, വേറെ എന്തൊരു തീരുമാനത്തിൻ്റെ ആണെങ്കിലും നമുക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ട്. ആ ഇൻറ്റ്യൂഷൻ അനുസരിച്ചിട്ട് കൂടി ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ ആഗ്രഹം എന്താണ്, അത് ഓക്കെ ആണോ എന്നുള്ളത് സ്വയം ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകണം. മറ്റൊരാളുടെ സ്വാധീനത്തിൽ മാത്രം പോവരുത് എന്ന് തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ റീഡിങ്. Thank you all. Subscribe for more. Please like and share. നിങ്ങൾക്ക് ഒരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഈ റീഡിങ്സ് ഉപകാരപ്പെടും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അത്രയും പ്രാർത്ഥിച്ച് സത്യസന്ധമായി എടുക്കുന്ന റീഡിങ്സാണ്. താങ്ക് യു.